നമസ്കാരം. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും സമൂഹത്തിൽ പുകഴും പ്രശസ്തിയും ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ഭക്തർക്ക് പുകഴും പ്രശസ്തിയും വാരിക്കോരി കൊടുക്കുന്ന പുകഴിമല മുരുകൻ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு ബാലസുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ പുകഴിമല. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിൽ പുകലൂരിനടുത്തുള്ള വേലായുധംപാളയം എന്ന ഗ്രാമത്തിലെ പുകഴിമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമുരുകൻ ബാലസുബ്രഹ്മണ്യ സ്വാമി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും ഭക്തർക്ക് പുകഴും പ്രശസ്തിയും നൽകുന്ന ക്ഷേത്രമാണിത്. ഈ കോവിൽ എന്നുദ്ഭവിച്ചു എന്നതിനെപ്പറ്റി ശരിയായ വിവരങ്ങളില്ല. കിപി 15-ാം നൂറ്റാണ്ടിൽ അരുണഗിരിനാഥർ ഇവിടെയുള്ള മുരുകന് തിരുപ്പുകൾ പാടിയിട്ടുണ്ട്. ആ കണക്ക് പ്രകാരം അതിനു മുന്നേ ഈ കോവിൽ നിലനിന്നിരുന്നു എന്ന് അനുമാനിക്കാം. പുകഴിമല എന്നത് ഏകദേശം 400 മീറ്റർ ഉയരമുള്ള ഒരു വലിയ പാറക്കുന്നാണ്. പാറയുടെ ഒത്ത മുകളിലാണ് മുരുകൻ കോവിൽ. ഏകദേശം 354 പടികൾ കയറി വേണം മൂലസ്ഥാനത്തെത്താൻ. മലയടിവാരമാണ് വേലായുധംപാളയം. ആദ്യകാലത്ത് ഈ മലയിൽ ഉണ്ടായിരുന്ന വേൽ മാത്രമാണ് ഭക്തർ പൂജിച്ചിരുന്നത്. വേലായുധ വഴിപാട് പിന്നീട് വേലൻ വഴിപാടായി മാറി ശ്രീമുരുകനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ വേൽ ഊറിയ മല എന്നർത്ഥത്തിൽ ഈ പ്രദേശം വേലായുധംപാളയം എന്നറിയപ്പെട്ടു. മലയുടെ വടക്ക് ഭാഗത്ത് അഖണ്ഡ കാവേരി ഒഴുകുന്നു. മലയ്ക്ക് പോകുന്ന വഴി മലവീതി എന്നും മലയെ ചുറ്റി 4 കിലോമീറ്റർ ദൂരമുള്ള ഗിരിവലപ്പാത തേരോടും വീതി എന്നും അറിയപ്പെടുന്നു. കരൂർ ജില്ലയിലെ കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള വേട്ടമംഗലം, പുകഴിയൂർ, കോട്ടക്കുറിച്ചി, കടമ്പൻകുറിച്ചി, വാങ്കൽ, നെരൂർ എന്നീ 6 ഗ്രാമങ്ങളിലെ ഭക്തർക്ക് മുരുകൻ അരുൾ കൊടുത്ത ഐതിഹ്യത്തിനാൽ അവർക്ക് സ്വന്തമായ ഈ മലയ്ക്ക് നാട്ടാർ മല എന്നും നാമമുണ്ട്. സംഘകാലത്തിന് ശേഷം ജൈനമതസ്ഥർ ഇവിടെ താമസിച്ചിരുന്നു. അവർക്ക് അഭയം കൊടുത്ത മല എന്നർത്ഥത്തിൽ പുകലിമല എന്നും പിന്നീടത് പുകഴിമല എന്നുമായി മാറി. മലയിലുള്ള 2 ഗുഹകളിൽ ജൈനമതസ്ഥർ താമസിച്ചിരുന്ന കൽക്കിടകകൾ ഇന്നുമുണ്ട്. അവർക്ക് ഇവിടെ തങ്ങാൻ സഹായം ചെയ്തു കൊടുത്ത ചേരരാജാക്കന്മാരെ പറ്റിയും ജൈന സന്യാസിമാരെ പറ്റിയും ക്ഷേത്രത്തിലെ ബ്രാഹ്മി ലിപിയിലുള്ള ശിലാഫലകങ്ങളിൽ വ്യക്തമാണ്. പ്രധാനമായും ജ്ഞാനപ്പഴം കിട്ടാത്ത കോപത്താൽ പൊതിനി എന്ന പഴനിമലയ്ക്ക് പോവുകയായിരുന്ന ശ്രീമുരുകൻ ഈ മലയിൽ കുറച്ചു നേരം വിശ്രമിച്ചതായാണ് ഐതിഹ്യം. 2000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം 12-ാം നൂറ്റാണ്ടിൽ ചേരരാജാക്കന്മാർ പുനർനിർമ്മാണം ചെയ്തിരിക്കാമെന്നാണ് അനുമാനം. ഈ കോവിൽ നിർമ്മിച്ച കാലഘട്ടത്തിൽ മൈസൂർ അതിരിനടുത്തായതിനാൽ മൈസൂരിൽ കാണുന്ന കോവിലുകൾ പോലെയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി. പുകഴിമല അടിവാരത്തിൽ ബസ് സ്റ്റോപ്പും പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളും കാണാം. ഏറ്റവും കീഴെ മയിൽവാഹന മണ്ഡപം, ഇടതുവശത്ത് പാദവിനായകർ സന്നിധി, ഉത്സവമൂർത്തി മണ്ഡപം, മലക്കാവലർ സന്നിധി. 48 പടികൾ കയറി മേലെ എത്തിയാൽ ഒരു ചെറിയ ഗുഹയിൽ ശിവൻ, പാർവതി, മുരുകൻ, വിനായകർ, അവ്വയാർ, നാരദർ എന്നിവരുടെ സുധാശില്പങ്ങൾ. അടിവാരത്തുള്ള ക്ഷേത്രമതിലിൽ ശ്രീമുരുകന്റെ 6 പട വീടുകളുടെ ചിത്രങ്ങളുമുണ്ട്. കുറച്ചുകൂടി പടികൾ കയറി മേലെ പോയാൽ കിഴക്ക് ഭാഗത്ത് സപ്തകന്യകമാർ സന്നിധി. എതിരിൽ പടികൾക്കരികിലുള്ള പൂങ്കാവനത്തിൽ ശ്രീവള്ളി മാനിന്റെ ഒപ്പം നിൽക്കുന്നത്, ശ്രീമുരുകൻ വേടന്റെ രൂപത്തിൽ നിൽക്കുന്നത്, മലയിലിരിക്കുന്ന അഗസ്ത്യ മഹർഷി, തിരുമൂലർ, ബോഗർ സിദ്ധർ, രാമദേവർ, പാമ്പാട്ടി സിദ്ധർ, കമലമുനി, സുന്ദരാനന്ദർ എന്നിങ്ങനെ 18 സിദ്ധന്മാരുടെയും അയ്യപ്പസ്വാമിയുടെയും ശില്പങ്ങളുണ്ട്. കുറച്ചു മേലെ ഇടുമ്പൻ സന്നിധി. അത് കഴിഞ്ഞാൽ ശ്രീമുരുകന്റെ കോവിൽ, മുഖമണ്ഡപം, മഹാമണ്ഡപം, ദീപസ്തംഭം, ബലിപീഠം, മയിൽവാഹനം. മുഖമണ്ഡപത്തിൽ ഇടതുഭാഗത്ത് ഉച്ഛിഷ്ട ഗണപതി സന്നിധി. മഹാമണ്ഡപത്തിൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന കരുവറയിൽ ശ്രീമുരുകൻ ബാലസുബ്രഹ്മണ്യ സ്വാമി എന്ന നാമത്തിൽ ഏകനായി കഴുത്തിൽ രുദ്രാക്ഷമാലയോടെ 4 കരങ്ങളോടെ മേൽക്കരത്തിൽ ശക്തി വജ്രവേലുകളോടെയും പൂവൻകോഴി കൊടിയടയാളത്തോടെയും അഭയവരദ മുദ്രയോടെ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. മുരുകന്റെ ഇടതുഭാഗത്തുള്ള മയിൽ തലചായ്ച്ചാണ് നിൽക്കുന്നത്. ശിവകാമി അമ്പാൾ സമേത നടരാജർക്കും മീനാക്ഷി അമ്മനും സുന്ദരേശ്വരർക്കും തനിത്തനി സന്നിധിയുണ്ട്. നവഗ്രഹങ്ങൾ ദുർഗ, നാഗർ, വിനായകർ, ദക്ഷിണാമൂർത്തി എന്നിവരും ക്ഷേത്രത്തിലുണ്ട്. പുറത്തെ പ്രകാരത്തിലാണ് ശിവഭഗവാന്റെ നന്ദിയും കൊടിമരവും. തൈപ്പൂയം 13 നാൾ ഉത്സവത്തിന് ശ്രീമുരുകന്റെ സന്നിധിയിലുള്ള കൊടിമരത്തിലും ശിവസന്നിധിയിലുള്ള കൊടിമരത്തിലും കൊടിയേറ്റും. കോവിലിന് പിൻവശത്താണ് വേലും നന്ദവനക്കിണറും. ഈ കോവിലിൽ വേൽ സമർപ്പണം പ്രസിദ്ധമാണ്. പാപം നീങ്ങാൻ ഭക്തർ ഇവിടെ ഭഗവാന് വേൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 12 വാരം ചൊവ്വാഴ്ചകളിൽ ചെവ്വരളിപ്പൂ മാല ചാർത്തി ചെങ്കതളി വാഴപ്പഴം ഭഗവാന് നിവേദിച്ചാൽ ചൊവ്വാദോഷം നീങ്ങും. ഇവിടെയുള്ള ദുർഗാ ഭഗവതിക്ക് 12 വാരം നാരങ്ങാദീപം തെളിയിച്ചാൽ വിവാഹ തടസ്സം മാറും. ഷഷ്ടിവ്രതം നോറ്റ് ശ്രീമുരുകനെ ദർശിച്ചാൽ സന്താനഭാഗ്യം. ആഗ്രഹങ്ങൾ സാധിച്ച ഭക്തർ തിരുപ്പടികൾക്ക് കുങ്കുമം ചാർത്തിയും നെയ്ദീപം തെളിയിച്ചും പാൽക്കുടം ചുമന്നും കാവടിയെടുത്തും മുടിയിറക്കിയും കാതുകുത്തിയും തങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റുന്നു. ഷൺമുഖാർച്ചന, ഷൺമുഖ ഹോമം, അന്നദാനം എന്നിവ ക്ഷേത്രത്തിൽ നടത്തുന്ന ഭക്തരുമുണ്ട്. ക്ഷേത്രവൃക്ഷം ആൽമരം, ക്ഷേത്രതീർത്ഥം നന്ദവനക്കിണർ. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകാശി വിശാഖം, ആണിമൂലം, ആടിക്കാർത്തിക, തൃക്കാർത്തിക, കന്തഷഷ്ടി, തൈപ്പൂയം 13 നാൾ, ദീപാവലി, പൊങ്കൽ, ഇംഗ്ലീഷ് തമിഴ് പുതുവർഷ ദിനങ്ങൾ, പങ്കുനി ഉത്രം, തേരോട്ടം 2 നാൾ,
കാർത്തിക നക്ഷത്ര ദിവസങ്ങളും ചൊവ്വ വെള്ളി ദിവസങ്ങളും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കരൂരിൽ നിന്ന് 19 കിലോമീറ്റർ, പുഗലൂരിൽ നിന്ന് 4 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പുഗലൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.